ദിലീപ് കലാഭവൻ കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ സാമൂഹ്യപാഠം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. എന്റെ അളിയന് കഴിക്കാൻ പറ്റിയ പുതിയ സാധനങ്ങൾ പോലും വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പഴയ സാധനങ്ങൾ കഴിച്ചാൽ എന്റെ അളിയന്റെ ഓയിൽ സീല് പോവും. അപ്പൊ തന്നെ എന്റെ ഓയിൽ സീല് പോയത്. ഇതുവരെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ കഴിച്ചിട്ട് ആരുടെ ഓയിൽ സീല് പോയിട്ടില്ലല്ലോ. ഇതിവിടെ ഉള്ളവർക്കല്ല, ഗൾഫിൽ നിന്നവർക്കാ. അവിടെ കിട്ടും, നോക്കി ഇവിടെ കിട്ടുമോ? ഇതിവിടെ കിട്ടുമോ? കിട്ടുമോ? താൻ എന്തുട്ടാ പറയണത്? ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാ കഴിക്കണത്. 555 സിഗരറ്റിന് മണം വായുവിൽ ലയിക്കുന്നു. അപ്പൊ ആരെ ഗൾഫിൽ നിന്ന് വന്നേ? വളരെ നല്ല കോമ്പിനേഷൻ. ടൈറ്റ് ആണെങ്കിൽ ഒട്ടുമില്ല. നല്ല ബനിയൻ. ഇത് എവിടെ നിന്ന് കിട്ടി? എല്ലാം ആയില്ലേ? ഒന്ന് വേഗം ആവട്ടെ. അതെല്ലാം വേഗം കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയിലെടുത്ത് വെക്കറാ. അതൊക്കെ അവൻ ചെയ്തോളും. ആ 722 കൂടെ ഇത് കൂടി എഴുതിക്കോ. പറ്റു രഘുവിന്റെ പേരിലായിക്കോട്ടെ. പതുക്കെ പതുക്കെ, എയർ പിടിക്കലേ, ബനിയും പൊട്ടും. പതുക്കെ പതുക്കെ. അതെല്ലാം വേഗം എടുത്തു പോയി. നിങ്ങൾ എങ്ങോട്ടാണ് സുഹൃത്ത്? നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയണേ? ഗൾഫിൽ നിന്ന് ആര് വന്നാലും കാര്യം അവിടെ എത്തണ്ടേ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സൈനിക വന്ന് ഈ ആഴ്ച തിരിച്ചുപോയി. ഇപ്പൊ മുല്ലമംഗലത്ത് രഘുരാമന്റെ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചതാണോ? ഇവരെല്ലാരും കൂടി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യും? നീ അങ്ങനെ ആരെയും അറ്റൻഡ് ചെയ്യണ്ട. നീ ഈ ഭാഗത്ത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഞാനേ വീട്ടിൽ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. കാറിലെ ആളിരിക്കണം, അലിവും മീൻചാറും പോലെയാ. Hey, mister, will you please keep your luggage on the carrier? Hello? Yes? Please, keep the luggage over there. I know it. Hey, mister, I am also a passenger. Please adjust. I am also a passenger. You adjust yourself. Hey, mister, look. Okay, okay. Sorry. Stupid idiot. Hold on, please. ഇതൊക്കെയാ ഞാൻ ഈ നാട്ടിലോട്ട് വരാത്തത്. 15 മിനിറ്റ് ജി, ചായ പില. ഷാജി മോളെ, നമുക്ക് ചായ കുടിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ. വരുന്നോ? अरे पांडुरंग, बिजनेस अच्छा है? अच्छा है. एक अच्छा चाय देना. Excuse me, where is the place? എവിടെ ആയത്? ടീ ബേക്ക? ചായ വേണോന്ന്. ഇവൻ ഒരു ഭാഷ അറിഞ്ഞു. ആ കേരള വാലഹും വാലൊന്നുമല്ല, മലയാളിയാ. അച്ഛാ, ഞാനും ഒരു മലയാളിയാ. കണ്ടപ്പോ തോന്നി വിദേശിയാന്ന്. കണ്ടപ്പോ തോന്നിയല്ലേ? കറക്റ്റാ, വിദേശി തന്നെ, വിദേശ മലയാളിയാ. ഞാൻ ആദ്യമായിട്ടാ ഇത്തരം ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റ് ശീലമാക്കിയതുകൊണ്ട് റോഡ് മാപ്പ് അറിയില്ലേ. എന്തായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. എവിടാ നമ്മുടെ സ്ഥലം? കുറച്ച് തെക്ക. ഓ, ഹലോ, പോണ്ടേ? 15 മിനിറ്റ് കഴിഞ്ഞല്ലോ. ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വിടും. സോറി ബ്രദർ, ഞാൻ നിങ്ങളെ കണ്ടപ്പോ ആദ്യം വെച്ചു ഭയങ്കര ബോർണായിരിക്കും. ആരെയും നിർബന്ധിച്ചാൽ കഴിക്കാത്ത ആളാ ഞാൻ. Look, I am just 4th class and wrestling. മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ? 4ാം ക്ലാസ്സും ഗുസ്തിയും. വേണ്ടി വന്ന അതിനും മടിക്കില്ലടോ. ഇതല്ല, ജീവിത ഗുസ്തി. ഐ മീൻ ലൈഫുമായിട്ടുള്ള ഒരു മത്സരത്തം. അതിലായിപ്പോ ഞാൻ. മനസ്സിലായോ? സത്യം പറയാലോ, എന്റെ പൊന്നെമ്മേക്കാരാ ഈ സർട്ടിഫിക്കറ്റും ചുമന്നത് ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ വെറുതെ തെണ്ടി തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല.
വല്ല ചില്ലറ പണിയൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ കൂടിയാ പോരെ. അതല്ലെങ്കിൽ എന്നെ പോലെ എന്ത് ജോലിയും ചെയ്യാനുള്ള കത്തുണ്ടാവും. വിരോധമൊന്നും അല്ലെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പും കൂടി തരണം. ചെറുതുരുത്തി. ചെറുതുരുത്തി എത്തിയോ? ചെറുതുരുത്തി ഒന്നായില്ലേ? ചെറുതുരുത്തി മുല്ലമംഗലത്ത് ഭവാനി അമ്മയുടെ മകൻ രഘുരാമൻ. ആരാ 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 ആരാ? ജെറുസലേം കമ്പനി കേട്ടിട്ടുണ്ടോ? ദുബായില് കേട്ടിട്ടില്ല? അല്ല ഷെയ്ഖിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതും കേട്ടിട്ടില്ല. അപ്പൊ അയാളുടെ പി എ രഘുരാമനെ കുറിച്ച് നീ കേട്ടിട്ടേ ഉണ്ടാവില്ലല്ലോ. രഘുരാമൻ ഏതാ? ഓ രഘുരാമൻ അതൊരു വലിയ കഥയാ. ഏത് രഘുരാമൻ? പറയാം, കേക്ക്. സ്ഥലം ടയർ പഞ്ചർ हो गया. पंचर हो गया. പഞ്ചറാവാൻ കണ്ട. സോറി. ഊഴിച്ചിറങ്ങ്. ബാലൻസ് പോണതാണ്. ബാലൻസ് ഒക്കെ പേഴ്സിൽ വെച്ച്. ഏത് ടയറാ പഞ്ചർ ആയത്? ഈ വണ്ടിയുടെ. എന്തായാലും നന്നായി. സന്തോഷായിട്ട് ഓപ്പൺ എയറിൽ നിന്ന് മൂത്രമൊഴിക്കാമല്ലോ അല്ലേ? വാ നീ വന്നൊഴി. പയ്യെ പയ്യെ ഇറങ്ങ്. പയ്യെ വിടല്ലേ വിടല്ലേ, പൊട്ടിപ്പോവും. പെട്ടിയല്ലേ പൊട്ടിപ്പോ, അവന്റെ തല പൊട്ടിപ്പോ. ഒന്നാമത് തലവേദന. ഇറങ്ങ്. പയ്യെ അങ്ങനെ ആ വണ്ടിയിൽ പോയി. 91 98 പോയി. പെട്ടി ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പെട്ടിയോ? ഏത് പെട്ടി? സാറിന്റെ പെട്ടി. ഓ ആ പെട്ടി. ആ അതിന്റെ പെട്ടി. ഒന്ന് വാ സാറേ. மௌலி மாதி திங்களாഴ്ച உன்னை நான் விட மாட்டேன். நான் கேக்கே கருவள்ளி. என்னடி அப்படி விட கூட மாட்டேன். உன்னை நான் தந்தூரி ஆக்கிடுவேன், சவிட்டிடுவேன், சுட்டிடுவேன். എന്താടാ നടുറോട്ടിൽ എന്താ ആട് ശൃംഗാരോ? വണ്ടി കയറ്. കേരള വണ്ടിയില് കടല് പറ്റേ 722 തഞ്ചോര് 722. എടോ അത് ചിലപ്പോ 7000 ആയെന്ന് വരും. ആരാ വന്നിരിക്കുന്നറിയാവോ? ചത്തുപോയെന്ന് വിചാരിച്ച എന്റെ അളിയൻ രഘുരാമൻ. അവൻ ഗൾഫിൽ നിന്ന് കോടീശ്വരനായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. തഞ്ചോര് 722. ചിലപ്പോ തന്റെ കട മൊത്തം അവൻ കച്ചവടാക്കിന്ന് വരും. തനി പെട്ടെന്ന് പിടി തലയിൽ വെച്ച്. തലയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടി പൊട്ടി പോകും, തെന്നി പോവല്ലോ. നിർത്തുക. അറിഞ്ഞില്ലേ എന്ത്? നമ്മുടെ മുല്ലമംഗലത്തെ രഘുരാമൻ വന്നു. ഏത് രഘുരാമൻ? രഘുരാമൻ നമ്മുടെ മുല്ലമംഗലത്തെ ഭവാനിയമ്മയുടെ മോനാ. ആ ചത്തുപോയി എന്ന് കരുതി ചെക്കൻ. അവൻ ചത്തിട്ടില്ല. ദുബായിന്ന് കോടീശ്വരനായി വന്നിരിക്കുക. എന്തൊരു അല്ല ദേവ മുതലാളി നിന്നെ മറന്നു വെച്ചോ? രഘുരാമനല്ലേ? അപ്പൊ ഇനി മുതൽ എന്റെ ഡ്യൂട്ടി അവിടെയല്ലേ മിസ്റ്റർ വാറുണ്ണി? ഓക്കേ. ഇങ്ങനെ ഉറങ്ങാനായിട്ട് മാത്രം ജന്മം. എണീക്കുന്നുണ്ടോ? നിങ്ങൾക്ക് രഘു വന്നു എന്നറിഞ്ഞാലെങ്കിലും എന്നെനിക്ക് വന്നൂടെ? എന്നിട്ട് എന്താ? ഒന്നുമില്ല, അവൻ നിങ്ങളെ കണ്ണറിയൊന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ടാ. മൂത്ത അളിയനല്ലേ. എന്നിട്ട് എന്താ? എന്നിട്ടെന്താന്ന് പറഞ്ഞിരുന്നാ മതിയോ? ദേ മിടുക്കന്മാര് കാര്യം നേടുന്ന നോക്കിയിരുന്നുള്ളൂ. ഒന്നിങ്ങോട്ട് എണീറ്റ് വന്നിട്ട് മനുഷ്യ. നേടുന്നവർ നേടിക്കോട്ടെ. എണീക്കാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. വാ ഇങ്ങോട്ട്. ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അങ്ങോട്ട് കേറി വാ എന്റെ മനുഷ്യൻ. എന്ത്? രഘുരാമനെ അളിയനും ഒന്ന് കാണട്ടെ. ആളെ പഠിപ്പിക്കാ. എങ്ങനെയുണ്ട്? ഒന്നും വിട്ടായി പിള്ളേരെ. ആർത്തി കടിക്കില്ല അമ്മയെ പോലെ. നമുക്കുള്ളതാ. എനിക്ക് ഇവന്റെ ഒന്നും വേണ്ട. ഇവനെ ഒന്ന് കണ്ടാ മതി. എന്റെ ഒക്കത്തിരുന്ന ഇവൻ വളർന്നത്. അപ്പൊ നിലത്തൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഞാനെന്ന് വെച്ചാ ഇവന് ജീവനായിരുന്നു. ഞാനിപ്പോ ഇവിടെ എന്തിനാ? അവൻ ഇന്നൊന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇനിയും കാണാമല്ലോ. അവനിനി എങ്ങും പോണില്ല. ഞാനിപ്പോ കഴിച്ചതാ.
ഹായ്. എനിക്കെന്തിനാ ബ്ലൗസ്? എന്നാ അങ്ങോട്ട് കൊടുത്തേക്ക്. തമാശ കളിക്ക്. ഇതാണോ തെണ്ടി പറഞ്ഞ സ്വിമ്മിംഗ് പൂള്? AC ഉള്ള സുഖസമൃദ്ധമായ മുല്ലമംഗലം തറവാട്. അതോ എനിക്ക് തെറ്റ് പറ്റിയോ? എന്താ കുളിക്കാൻ പോവാ? അല്ല, ചാടി ചാവാൻ പോവാ.